മാറ്റമൊന്നുമില്ലാതെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ചക്കയ്ക്ക് ഇപ്പോൾ 6 മാസമായി. ദേവനാണെങ്കിൽ ചക്കയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിയാൻ പോലും സമ്മതിക്കാതെ പുറകെ നടപ്പാണ്. ദേവൻ ഹോസ്പിറ്റലിൽ പോയ സമയം നോക്കി തനി അടുക്കളയിൽ കയറിയതാണ്. കുറച്ച് നാളായിട്ട് ആ പണിയൊന്നും ചെയ്യാത്തത് കൊണ്ട് കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ അവൾക്ക് കാലുവേദന എടുക്കാൻ തുടങ്ങി. ദേവൻ വന്നപ്പോൾ കാണുന്നത് കാലു ടേബിളിൻ്റെ മുകളിൽ വെച്ച് തടവാൻ നോക്കുന്ന ചക്കിയാണ്. എന്താ എന്താ ചക്കി? എൻ്റെ ദൈവേട്ടാ, എനിക്കൊരു കുഴപ്പവുമില്ല. ഇതൊക്കെ ഈ സമയത്തുള്ളതാണ്. അല്ല, ഇങ്ങനെ വേദന വരാൻ ഇപ്പോൾ എന്താ ഉണ്ടായത്? നിന്നോട് ഞാൻ മുറിയിൽ തന്നെ ഇരുന്നാൽ മതിയെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ നീ ഇവിടെ വന്നു? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അവനോട് എന്ത് പറയണമെന്ന് കരുതി അവൾ അവരെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ചക്കി, ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്. ഈ പ്രാവശ്യം കുറച്ച് ഗൗരവത്തിലാണ് അവൻ ചോദിച്ചത്. അത് ദേവേട്ട, ഞാൻ മുറിയിൽ തന്നെയാണ് ഇരുന്നത്. അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ കുറച്ചു നേരം ടി വി കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ടി വിയിൽ ചാനൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചാനൽ കുക്കിംഗ് പ്രോഗ്രാം കണ്ടു. അവളൊന്ന് നിർത്തിയിട്ട് പതിയെ തലയുയർത്തി അവനെ നോക്കി. അവൾ പറയുന്നത് കേട്ട് അവൻ അവളെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവൾ വേഗം തന്നെ നോട്ടം മാറ്റി. അത് ഒരു പുതിയ റെസിപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കത് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണിലൊന്ന് കയറിയതാ. കുറച്ച് നാളായില്ലേ ഞാൻ കിച്ചണിൽ കയറിയിട്ട്. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ കാലുവേദന എടുക്കാൻ തുടങ്ങി. കുറച്ചു നേരം കാല് നീട്ടി വെച്ചിരുന്നാൽ വേദന കുറയുമെന്ന് കരുതി ഇവിടെ ഇരുന്നതാ. പക്ഷെ നല്ല വേദന. അതാ തടവാൻ നോക്കിയത്. അപ്പോഴാ ദൈവേട്ടൻ വന്നത്. അവൾ നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. അവൻ്റെ മുഖത്ത് ദേഷ്യമാണോ മറ്റെന്തെങ്കിലും വികാരമാണോ എന്ന് അവൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൾ അവനെ വിളിച്ചു. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവളെ കൈകളിൽ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി കിടത്തി. അവൻ അവളെ നോക്കാതെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. അവൻ ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ദൈവട്ടെ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ആ ചൂടൊന്ന് കുറയ്ക്കുക? അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ ഫ്രഷായി വന്നു. എന്നിട്ടും അവൾ മൈൻഡ് ചെയ്യാതെ കബോർഡ് തുറന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. ദേവേട്ട, സോറി, ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല. എന്നോട് മിണ്ടാതെ നിൽക്കല്ലേ പ്ലീസ്. ഞാൻ ഇനി ദേവേട്ടൻ പറയുന്നതൊക്കെ അനുസരിച്ചോളാം. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവനൊന്നും മിണ്ടാതെ പാക്കിങ് തുടർന്നുകൊണ്ടിരുന്നു. അവൻ അവളോട് കാണിക്കുന്ന അവഗണന കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ച് നേരമായിട്ടും അവളുടെ സൗണ്ടൊന്നും കേൾക്കാത്തത് കാരണം അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണു നിറച്ച് വിതമ്പടക്കാൻ ശ്രമിക്കുന്നവളെയാണ് കണ്ടത്. അത് കണ്ടതും അവനോട് തന്നെ ദേഷ്യം തോന്നി. അവളെ കുറച്ചു നേരം ഒന്ന് കളിപ്പിക്കണമെന്ന് മാത്രമേ അവൻ കരുതിയുള്ളൂ. പക്ഷെ അവൾ കരയുമെന്ന് അവൻ കരുതിയില്ല. അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. അയ്യേ, ഞാൻ നിന്നെ ഒന്ന് കളിപ്പിച്ചതല്ലേ, അതിനാണോ എൻ്റെ പെണ്ണിങ്ങനെ കണ്ണു നിറച്ചു നിൽക്കുന്നത്? അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. എന്നോട് മിണ്ടാതിരുന്നപ്പോൾ ഞാൻ കരുതി ദേവേട്ടൻ എന്നോട് പിണങ്ങിയെന്ന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ദേവേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടോ തല്ലിക്കോ, പക്ഷെ എന്നോട് മിണ്ടാതെ ഇരിക്കരുത്. അത് മാത്രം എനിക്ക് സഹിക്കില്ല. അവൾ കരയുന്നതിനിടയിൽ കൂടെ പറഞ്ഞു. അത് കേട്ട് അവന് സന്തോഷവും സങ്കടവും തോന്നി. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. കുറേ നേരം അവർ അങ്ങനെ തന്നെ ഇരുന്നു. അവൻ്റെ നെഞ്ചിൽ ചാരി ആ ഹൃദയതാളം കേട്ട് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. ദേവേട്ടൻ എവിടെ പോകുക? അവൾ തലയുയർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. പിന്നെന്താ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത്? അത് ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകുക. അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. പിന്നെ അവളിൽ നിന്ന് അകന്നു മാറി അവനെ സംശയത്തോടെ നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ദേവേട്ടൻ എന്താ ഇപ്പോൾ പറഞ്ഞത്? അവൾ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ ഭാര്യ കുറച്ച് നാളായി പറയുന്നു. അവൾക്കിവിടെ മടുത്തു തുടങ്ങി. എൻ്റെ നാട്ടിലേക്ക് പോകണമെന്നുമൊക്കെ പറയുന്നു. തൻ്റെ ജോലി തിരക്ക് കാരണം അവളുടെ ആഗ്രഹം എനിക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവളാണെങ്കിൽ ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോകില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും? അവനൊന്ന് നിർത്തിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അപ്പോഴും അവനെ തന്നെ നോക്കിയിരിക്കുവാണ്. എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമാണ് വലുത്. അവളെ കഴിഞ്ഞ് എനിക്ക് എന്തുമുള്ളൂ, എൻ്റെ ജോലി പോലും. അതുകൊണ്ട് ഞാൻ ഇനി നിൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ മോളുടെ ഡെലിവറി കഴിയുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണും. അവൻ പറഞ്ഞത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. സന്തോഷമായില്ല എൻ്റെ ചക്കിക്ക്? ഒത്തിരി. ദേവേട്ടൻ്റെ തിരക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറയാതിരുന്നത്. പക്ഷെ ദേവേട്ടൻ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇതെനിക്ക് ശരിക്കും ഒരു സർപ്രൈസാണ്. സർപ്രൈസ് ഇഷ്ടമായോ? ദേവേട്ട, നമ്മൾ എപ്പോഴാണ് പോകുന്നത്? വീട്ടിൽ വിളിച്ചു പറഞ്ഞോ നമ്മൾ ചെല്ലുന്ന കാര്യം? ഇപ്പോൾ ഈവനിങ് ആയില്ലേ, നമുക്ക് നാളെ പോകാം. എൻ്റെ മോൾക്ക് റെസ്റ്റ് അല്ലേ, അതാ ഞാൻ തനിയെ പാക്ക് ചെയ്തത്. വീട്ടിൽ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെല്ലുന്ന കാര്യം. നിന്നോട് പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നപ്പോഴല്ലേ ഇവിടെ കാലം നീട്ടി ഇരിക്കുന്നത് കണ്ട്. ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ ഇരുന്നപ്പോൾ എനിക്ക് ചെറിയ ദേഷ്യം തോന്നി എന്നുള്ളത് നേരാ. എന്ന് കരുതി നിന്നോട് ഞാൻ പിണങ്ങിയതൊന്നുമല്ല. സോറി, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഒട്ടും പറ്റാതെയായപ്പോൾ ഞാൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ദേവേട്ടൻ പറഞ്ഞതുപോലെ കുറച്ചു നേരം ബുക്സ് വായിച്ചിരുന്നതാണ്. പക്ഷെ എത്ര നേരമെന്ന് വെച്ചാൽ ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുന്നത്? വല്ലാതെ ബോറടിച്ചത് കൊണ്ടാണ് ഞാൻ. മതി, ഇനി അതൊന്നും പറയണ്ട. ഞാനും അത് ഓർക്കണമായിരുന്നു. ഞാൻ നിന്റെ സേഫ്റ്റി മാത്രമാണ് നോക്കിയത്.
ദേവേട്ടൻ എന്തിനാ എന്നോട് സോറി പറയുന്നത്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ദേവേട്ടൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടിയല്ലേ. അപ്പോൾ സോറിയുടെ ഒന്നും ആവശ്യമില്ല. അവൾ ഇവനെ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവനും അവളെ അവനരികിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരിക്കലും വിട്ടുകളയില്ലെന്ന പോലെ. നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നീയും എന്നെ തനിച്ചാക്കി പോയല്ലോ. അവൻ ദേഷ്യത്തിൽ അവിടെ ഉള്ളതെല്ലാം തല്ലി തകർത്തു. രാഹുൽ, നീ മാത്രമാണ് എന്നും എന്നോടൊപ്പം നിന്നിട്ടുള്ളത്. കൂടെ ഉണ്ടായവരൊക്കെ അകന്നു പോയപ്പോഴും എന്തിനും ഇതിനും കൂടെ നിന്നത് നീയാണ്. സുഹൃത്തായിട്ടല്ല, ഒരു കൂടെപ്പിറപ്പായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. ഇപ്പോൾ നീയും എന്നെ തനിച്ചാക്കി പോയി. ഇല്ല, വെറുതെ വിടില്ല. നിന്റെ മരണത്തിന് ആരാണോ കാരണം അവരെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് രാഹുൽ. നിന്റെ മരണത്തിന് കാരണമായവരുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും. രാഹുലിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഒരു ഭ്രാന്തനെ പോലെ അവൻ ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്